സ്വർണം കൊണ്ട് ചിത്രം വരയ്ക്കാൻ കഴിയുമോ? കഴിയും. 24 കാരറ്റ് സ്വർണം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ദുബായിലെ ഇംഗ്ലീഷ് അധ്യാപികയായ രേഖയാണിത്. ചെറുപ്പം തൊട്ടേ വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. മോൻ ജനിച്ച സമയം മെറ്റേണിറ്റി ലീവ് ആയ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ വീട്ടിന് അടുത്ത് ഇങ്ങനെ തഞ്ചാവൂർ പെയിൻറ്റിങ് പഠിക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി പഠിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഞാൻ കുവൈറ്റിലേക്ക് മാറി. പിന്നെ ഒരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ്. ഒരു 20 years ആയി ഇപ്പം ഞാൻ ചെയ്യണു. അത് 24 കാരറ്റ് ഗോൾഡ്, പറഞ്ഞ പോലെ ഗോൾഡ് വെച്ച് ചെയ്യണതാണ്. പണ്ട് ഈ ചോളമാരുടെ കാലത്തൊക്കെ തുടങ്ങിയതാണ്. പാലസിലൊക്കെ ഗിഫ്റ്റ്സ് ആയിട്ടും ചുമരിൽ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അതങ്ങനെ എവോൾവ് ചെയ്ത് ഇപ്പോൾ അത് ആർട്ട് വർക്കായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരില്ല ഈ ഫീൽഡിൽ. കാരണം ഇതിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗോൾഡ് ഫോയിൽ തന്നെ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് പോണതനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസും മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ അധികം അതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടാറില്ല. സ്റ്റോൺസൊക്കെ ജയ്പൂർ ആൻറ്റീക് സ്റ്റോൺസൊക്കെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്നാണ് വരുത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്ലാനിങ് വേണം. ഭയങ്കര എന്താ പറയുക, അറബിക് ഗം യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെയൊക്കെ ഭയങ്കര പ്രോസസ്സാണ്. ബോർഡ് ഉണ്ടാക്കുന്നത് തന്നെ നോർമലി നമ്മുടെ പുളിയുടെ കുരുവൊക്കെ എടുത്ത് അതിനെ മിക്സ് ചെയ്ത് അരച്ച് ഗ്ലൂ പോലെ ആക്കിയിട്ട് പ്ലൈവുഡിൽ തേച്ച് പിടിപ്പിച്ച് ബോർഡ് ഉണ്ടാക്കാൻ തന്നെ ഒരു 1 വീക്കിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഒരു ഇത് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്തു വരാൻ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ആ ഒരു ഫുൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് നല്ല ക്ഷമയും ടൈമും ഒക്കെ വേണം. പിന്നെ അതുപോലെ തഞ്ചാവൂരിൻ്റെ കോൺസെപ്റ്റ്സ് മെയിൻലി ഹിന്ദു ദൈവങ്ങളാണ്. അപ്പോൾ പണ്ടത്തെ ചിത്രങ്ങൾ നോക്കിയാൽ കൃഷ്ണൻ, ശിവൻ, ഇങ്ങനത്തെയൊക്കെ ആണ് പിക്ചേഴ്സ് ഉള്ളത്. പണ്ട് തൊട്ട് വരച്ചത് ഇപ്പോൾ കുറേയൊന്നും പണ്ടത്തേതൊക്കെ എല്ലാം പോയി. പക്ഷേ താഞ്ചോറിൻ്റെ ഇപ്പോൾ ഗോൾഡ് ഫോയിലൊക്കെ ആയാലും ശരി, ഇപ്പോൾ അതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ കാലാകാലങ്ങൾ ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ 20 years ചെയ്തതെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് താഞ്ചോർ പെയിൻറ്റിങ് നമ്മൾ പറയണത് അത് ഫോർ എവർ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ആൻറ്റീക്ക് വാല്യൂ ആണ്. അത് പഴകുന്തോറും അതിൻ്റെ വാല്യൂ കൂടുന്നുള്ളതാണ് താഞ്ചോർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയത് ഒരു പള്ളിയിലൊരു ചിത്രം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രേഖ വരച്ചൊരു ചിത്രമാണ്. അപ്പം അതെങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് റീത്ത എന്നും പറഞ്ഞിട്ട്. അവർ ലെബനീസാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അവർക്ക് ഒരു നമ്മളെയൊക്കെ നേർച്ച കൊടുക്കണ പോലെ അവർക്കൊരു നേർച്ച ഉണ്ട്. അപ്പോൾ ലെബനനിൽ സെയിൻറ്റ് ചാർബിൽ പറഞ്ഞിട്ടൊരു സെയിൻറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര അറിയപ്പെടുന്നൊരു സെയിൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആദ്യം ഇല്ല, നമ്മൾ ഇന്ത്യൻ ഗോഡ്സാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൂടാ. അപ്പോൾ അവരും പറഞ്ഞു ഗോൾഡ് ആയതുകൊണ്ട് പ്രഷ്യസ് അല്ലേ, അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ